വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ PGBP ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോക്കകത്ത് PGBPയുടെ ബാഡ് അപ് ടു വരെയുള്ള സ്പെസിഫിക് ആയിട്ട് കയറി വരുന്ന അലവബിൾ എക്സ്പെൻസുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇൻകം ടാക്സ് പ്രകാരം അലവബിൾ ആയിട്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബാഡ് ഡെബ്റ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ P&L അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് സൈഡ് ഒരു എമൗണ്ട് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് എഴുതണമെങ്കിൽ ഓക്കെ, അത് ഏത് പ്രകാരം ഇൻകം ടാക്സ് പ്രകാരം അഡ്മിസിബിൾ ആവണമെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, കണ്ടീഷൻ നമ്പർ 1, ദ ഡെപ്റ്റ് മസ്റ്റ് ബി ഇൻസിഡൻഷ്യൽ ടു ദ ബിസിനസ് ഓർ ദ പ്രൊഫഷൻ ഓഫ് ദ അസസി. അതായത് ഈ ബാഡ് ഡെപ്റ്റിനകത്തുള്ള ഡെപ്റ്റ് എന്ന് പറയുന്ന സാധനം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം? അസസിയുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കണം. Number 1. Number 2, the debt has been considered as the income. അതായത് ഡെപ്റ്റിനെ മുമ്പ് എന്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കണം? ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കണം. അത് പ്രീവിയസ് ഇയറിനകത്തോ പ്രീവിയസ് ഇയേഴ്സിനകത്തോ എപ്പോഴെങ്കിലും ഏർലിയർ ഇയേഴ്സിനകത്തോ എപ്പോഴെങ്കിലും നമ്മുടെ ഇൻകം ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? കൺസിഡർ ചെയ്തേ പറ്റൂ. ഓക്കെ, ആൻഡ് തേർഡ് വൺ, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ റിട്ടേൺ ഓഫ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ദ അസസി. അതായത് ആ പറഞ്ഞിരിക്കുന്ന ഡെപ്റ്റിന്റെ അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്ത് കാണിച്ചിരിക്കണം? റിട്ടേൺ ഓഫ് ഇത് കളഞ്ഞിരിക്കണം. And the fourth one, bad debt of a discontinued business is not allowed as deduction even though the assessee has any other business continued. അതായത് ബാഡ് ഡെപ്റ്റ് ഓഫ് ഏത് നോക്കി ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. മനസ്സിലായി? ഇപ്പം A, B എന്ന് പറയുന്ന രണ്ട് ബിസിനസ് ആണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് ബാഡ് ഡെപ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് A എന്ന് പറയുന്ന ബിസിനസ്സിനകത്താണ്. നമ്മളിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഡിസ്കണ്ടിന്യൂഡ് ആണ്. ദാറ്റ് മീൻസ് ബാഡ് ഡെപ്റ്റ് ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. എ ഡിസ്കണ്ടിന്യൂ ചെയ്തു. സോ എക്കകത്ത് ഉണ്ടായിരിക്കുന്ന ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നതിനെ ഇസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. നമുക്ക് ഏതിനകത്ത് കിട്ടില്ല? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇവൻ ദോ ദ അസസി ഹാസ് എനി അതർ ബിസിനസ് കണ്ടിന്യൂ. ഇപ്പൊ ബി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എയിൽ നിന്നുണ്ടായിരിക്കുന്ന ബാഡ് ഡെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? എ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബാഡ് ഡെപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി ഓഫ് റവന്യൂ നാച്ചർ. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കേസിനകത്ത് റവന്യൂ നാച്ചർ തന്നെ ആയിരിക്കണം. മനസ്സിലായി? അതായത് ഈ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് മുഖേന അസറ്റോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് മുഖേന ഉണ്ടാവുന്ന ബാഡ് ഡെപ്റ്റ് ആവരുത്. നോർമൽ കേസിനകത്ത് സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബാഡ് ഡെപ്റ്റിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ ബാഡ് ഡെപ്റ്റ് ഇസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ ടു ദ അസസി ഹൂസ് മെയിൻറ്റെയിൻസ് അക്കൗണ്ട്സ് ഓൺ ക്യാഷ് ബേസിസ്. ഓക്കെ, സാധാരണ രീതിയിൽ രണ്ട് രീതിയിലാണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ക്യാഷ് ബേസിനകത്ത് അല്ലെങ്കിൽ അക്രൂവൽ ബേസ് അല്ലെങ്കിൽ ഡ്യൂ ബേസിനകത്ത് എന്ന് പറയും അല്ലേ. സോ ഇവിടെ ബാഡ് ഡെപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ബാഡ് ഡെപ്റ്റ് ഈസ് നോട്ട് അലൗഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ബിസിനസ് ക്യാഷ് ബേസിസിനകത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഡ്യൂ ബേസിസിനകത്തോ അക്രൂവൽ ബേസിസിനകത്തോ അല്ല, നേരെ മറിച്ച് ക്യാഷ് ബേസിസിനകത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുന്ന സാധനം അലവബിൾ ആയിട്ട് എഴുതാൻ പാടില്ല. ഓക്കെ, സോ ആലോചിച്ചോക്കെ വൺസ് അഗൈൻ, നിങ്ങളുടെ P&L അക്കൗണ്ടിനകത്ത് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഡെബിറ്റ് സൈഡ് എഴുതി എക്സ്പെൻസസ് ആയിട്ട് കാണിക്കണമെങ്കിൽ ഒന്ന്, ഡെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം. രണ്ട്, ബാഡ് ഡെപ്റ്റ് നിങ്ങൾ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിരിക്കണം. മൂന്ന്, ഈ ബാഡ് ഡെപ്റ്റിനെ അല്ലെങ്കിൽ ഈ ഡെപ്റ്റിനെ മുമ്പ് നിങ്ങൾ എന്തായിട്ട് ക്രെഡിറ്റ് സെയിലായിട്ട് കാണിച്ചിരിക്കണം. ഓക്കെ, മുമ്പ് നിങ്ങൾ ക്രെഡിറ്റ് സെയിലായിട്ട് ഈ ഡെപ്റ്റിനെ ഇൻകം ആയിട്ട് കാണിച്ചിരിക്കണം. കൂടാതെ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അക്രൂവൽ ബേസിനകത്തോ ഡ്യൂ ബേസിനകത്തോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയും ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ആ പറയുന്നത് പോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് ഇൻകം ടാക്സിനകത്ത് ബാഡ് ഡെപ്റ്റിനെ അലോവബിൾ ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായി? ഇനി ഇവിടെ കയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉണ്ടാവുന്ന ബാഡ് ഡെപ്റ്റ് ഭാവിയിൽ നമുക്ക് റിട്ടേൺ കിട്ടിയാലും, ദാറ്റ് മീൻസ് നമ്മളൊരു കഴിഞ്ഞ വർഷം നമുക്ക് ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടായി, നമ്മളത് ഈ പറയുന്നത് പോലെ നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമുക്ക് അതിനെ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതിയത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ളൊരു എമൗണ്ട്, അങ്ങനെയുള്ളൊരു ബാഡ് ഡെപ്റ്റ് വരുന്ന വർഷങ്ങളിൽ നമുക്ക് തിരിച്ചു കിട്ടിയാൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, റിക്കവറി ഓഫ് ബാഡ് ഡെപ്റ്റ്സ്. അതായത് ഓൾറെഡി നമ്മളൊരു ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഡിഡക്ഷൻ അലവബിൾ ആണ്. ആ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന എമൗണ്ട് നമുക്ക് ഇപ്രാവശ്യം റിക്കവറായി കിട്ടി. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കൂ, എമൗണ്ട് റിക്കവേർഡ് എത്രയാണോ ആ എമൗണ്ട് എഴുതണം. അതിൽ നിന്ന് ലെസ് ബാഡ് ഡെപ്റ്റ്സ് ക്ലെയിംഡ് എത്രയാണോ നമുക്ക് ഉണ്ടായിരിക്കുന്ന ബാഡ് ഡെപ്റ്റ് ലെസ് ബാഡ് ഡെപ്റ്റ് അലവബിൾ ആസ് ഡിഡക്ഷൻ. അതിനകത്ത് എത്രയാണോ നമുക്ക് എന്തായിട്ട് ബാഡ് ഡെപ്റ്റ് ആയിട്ട് എത്രയാണോ ബാഡ് ഡെപ്റ്റ് അലവബിൾ ആസ് ഡിഡക്ഷൻ എത്രയാണോ നമുക്ക് ബാഡ് ഡെപ്റ്റ് ഏർലിയർ ഇയേഴ്സിനകത്ത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ബാഡ് ഡെപ്റ്റ് റിക്കവറി എന്ന് പറയുന്ന സാധനം കിട്ടും. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു എക്സാമ്പിളും കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. ഏർലിയർ ഇയേഴ്സിനകത്ത് നമുക്ക് ബാഡ് ഡെപ്റ്റ് ആയിട്ട് എത്ര എമൗണ്ട് ആണോ ഡിഡക്ഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്,
ഓക്കെ, അല്ലെങ്കിൽ അലോവബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ എത്ര രൂപയാണോ ബാഡ് ഡെപ്റ്റിനകത്ത് മൈനസ് ചെയ്തിരിക്കുന്നത്, ഓക്കെ, ആ എമൗണ്ട് നമുക്ക് റിക്കവർ ആവുന്ന നേരത്ത് നമ്മൾ അതിന് എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 1 lakh is recoverable from a debtor Mr. A. He assesses rate of 40,000 as bad debt in the previous year 31st March 2015. That means നമുക്ക് 1 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത്. അതിനകത്ത് നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എത്ര രൂപ? 40,000 rupees റൈറ്റ് ഓഫ്. മനസ്സിലായോ? ആൻഡ് subsequently in the previous year 31st March 2020 70,000 is recovered from A. അതായത് 70,000 രൂപ റിക്കവർ ആയിട്ടുണ്ട്. 70,000 രൂപ ആരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഈ പറയുന്ന മിസ്റ്റർ എയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. Here 60,000 shall be deemed to have been recovered towards debt and 10,000 towards recovery of bad debts. Okay, bad debts 40,000, 10,000 will be taxable as PGBP. ഓക്കെ, ഇവിടെ എത്ര രൂപയാണ് നമുക്ക് PGBP ആയിട്ട് ടാക്സബിൾ ആയിട്ട് പറഞ്ഞത്? 40,000 rupees ആണ് ടാക്സബിൾ ആയിട്ട്, 10,000 rupees ആണ് ടാക്സബിൾ ആയിട്ട് പറഞ്ഞത്. ചെയ്ത് മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതായത് 1 ലക്ഷം രൂപയായിരുന്നു നമുക്ക് കിട്ടേണ്ടത്. ഈ പറയുന്ന മിസ്റ്റർ എയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മിസ്റ്റർ എക്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് 1 ലക്ഷം രൂപയാണ് കിട്ടേണ്ടത്. ആ 1 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല. സോ ആ 1 ലക്ഷം രൂപ ഫുള്ളായിട്ട് നമ്മുടെ എന്തായിട്ട് കയറി വരും? നമ്മുടെ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കയറി വരും അല്ലേ? നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ആ 1 ലക്ഷം രൂപയുടെ ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്തായിട്ട് അലോവബിൾ ആയിട്ട് ചെയ്യുന്ന നേരത്ത് നമ്മൾ ആകെ കൂടെ അലോവബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ എത്ര മാത്രമേ കാണിച്ചിട്ടുള്ളൂ? 40,000 മാത്രമേ അലോവബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് നമുക്ക് ആകെ കൂടെ കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്രേന്റെ മാത്രമാണ്? 40,000 മാത്രം. ദാറ്റ് മീൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? 60,000 ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. ഇനി പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അങ്ങേരെ എത്ര രൂപയാണ് തരണേ? 70,000 രൂപയാണ് തരണേ. സോ എന്ത് ചെയ്യാം? ആ 10,000 rupeesനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? PGBP പ്രകാരമുള്ള ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? ഇതിന്റെ ഫോർമാറ്റാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറൊരു എളുപ്പ വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരാനുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വെക്കട്ടെ കേട്ടോ. ഇൻകം ടാക്സ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളെല്ലാം നിൽക്കട്ടെ. ഞാൻ പറയുന്ന ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരാനുണ്ട്. മനസ്സിലായോ? നിങ്ങൾ എന്നെ പറ്റിച്ച് മുങ്ങിയിരിക്കണയാണ്. അതായത് എനിക്ക് ബാഡ് ഡെപ്റ്റ് ആണ്, നിങ്ങൾ എനിക്ക് ഇനി 1 ലക്ഷം രൂപ തരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ സാറേ, ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരാൾ എന്നെ പറ്റിച്ചിട്ട് പോയി. എനിക്ക് 1 ലക്ഷം രൂപ എൻ്റെ എവിടെ എൻ്റെ P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് 1 ലക്ഷം രൂപ എനിക്ക് ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതണം. മനസ്സിലായോ? 1 ലക്ഷം രൂപയാണ് നിങ്ങൾ എന്നെ പറ്റിച്ചിട്ട് പോയേ. സോ 1 ലക്ഷം രൂപ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതണം എന്ന് ഞാൻ പറയുന്നു. പക്ഷെ അവരത് അലൗ ചെയ്യുന്നില്ല. ആകെ കൂടെ അലൗ ചെയ്യുന്നത് 40,000 rupees ആണ്. അതായത് 1 ലക്ഷം രൂപയാണ് നിങ്ങൾ എനിക്ക് തരാനുള്ളതെങ്കിൽ പോലും, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയാണ് എൻ്റെ നഷ്ടമാണെങ്കിൽ പോലും, ഓക്കെ, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. 1 ലക്ഷം രൂപയാണ് എനിക്ക് നഷ്ടമാണെങ്കിൽ പോലും ഇൻകം ടാക്സ് അവർ സംബന്ധിച്ചിരിക്കുന്ന എൻ്റെ ലോസ് എന്ന് പറയുന്നത് എത്ര മാത്രമാണ്? 40,000 രൂപ മാത്രമാണ്. സോ ഇവിടെ എനിക്ക് ആകെ ഉണ്ടായിരിക്കുന്ന ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര രൂപ വരും? 60,000 rupees വരും അല്ലേ? കാരണം എന്താ? 1 ലക്ഷം രൂപ എനിക്ക് നഷ്ടമുണ്ടായെങ്കിൽ പോലും 40,000 rupeesന്റെ പ്രോഫിറ്റ് എനിക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം 40,000 rupeesനെ ഞാൻ ഇങ്ങനെ ഒരു P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് 40,000 rupeesനെ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ 40,000 rupees കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ നഷ്ടം 1 ലക്ഷം ആണെങ്കിൽ പോലും ബാഡ് ഡെപ്റ്റ് ആയിട്ട് ഞാൻ എത്ര മാത്രം കാണിച്ചിരിക്കണേ? 40,000 rupees മാത്രമാണ് കാണിച്ചിരിക്കണേ. സോ ഇങ്ങനെ കയറി വരുന്ന നേരത്ത് ഇപ്പോൾ നിങ്ങൾ കാരണം എൻ്റെ നഷ്ടം എന്ന് പറയുന്നത് 60,000 രൂപയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ എനിക്ക് തരാനുള്ള വാല്യൂ 1 lakhൽ നിന്ന് എത്ര രൂപയിലോട്ട് മാറി? 60,000 rupeesലോട്ട് മാറി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ എനിക്ക് തരാൻ പോകുന്നത് 70,000 rupees ആണ്. സോ ആസ് പെർ ദ ബുക്ക് വാല്യൂ നിങ്ങൾ എനിക്ക് തരേണ്ടത് 60,000 ആണെങ്കിൽ പോലും ഏത് മൈനസ് ചെയ്തതിന് ശേഷം ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് മൈനസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് തരാനുള്ളത് 60,000 ആണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്നത് 70,000 ആണ്. സോ ഈ പറഞ്ഞ അഡീഷണൽ 10,000 എന്ന് പറയുന്നതിനെ നമുക്ക് ബാഡ് ഡെപ്റ്റ് റിക്കവറി ആയിട്ട് എന്ത് കൊടുക്കേണ്ടി വരും? ഇൻകം ടാക്സിനകത്ത് ചാർജ് ചെയ്യേണ്ടി വരും. ഏത് പ്രകാരം? നമ്മുടെ PGBPയുടെ ഇൻകമായിട്ട്, ബിസിനസിൻ്റെ ഇൻകമായിട്ട് ഈ 10,000 rupeesനെ കാണിക്കേണ്ടി വരും. ഓക്കെ, ആ പ്രോസസ്സ് നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ കടം തരുന്നു. ഓക്കെ, ഞാൻ ആ പൈസ തരാതെ ഞാൻ ഇവിടുന്ന് മുങ്ങുന്നു. സോ നിങ്ങളുടെ നഷ്ടം 1 ലക്ഷം രൂപയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളോട് പറഞ്ഞു 1 ലക്ഷം രൂപ മൈനസ് ചെയ്യാൻ പറ്റില്ല, ആകെ കൂടെ 40,000 rupees മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു.
സോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരേണ്ട എമൗണ്ട് 40,000 റുപ്പീസ് എക്സ്പെൻസസ് ആയിട്ട് മൈനസ് ചെയ്തതുകൊണ്ട് ബാക്കി നമ്മളെ കടബാധ്യത എന്ന് പറയുന്നത് 60,000 മാത്രമാണ്. ഞാൻ എവിടെയൊക്കെയോ പോയി തിരിച്ചു വരുന്നു നിങ്ങളുടെ പൈസയുമായിട്ട്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് 70,000 റുപ്പീസ് തരുന്നു. സോ നിങ്ങളുടെ ഡെപ്റ്റിൻ്റെ വാല്യൂ ഇപ്പോൾ 1 lakhൽ നിന്ന് 60,000 ആയതുകൊണ്ട് ഞാൻ 70,000 തരുന്നത് കൊണ്ട് ആ 10,000 റുപ്പീസിനെ നമുക്ക് എന്തായിട്ട് ഈ പറയുന്നത് പോലെ ബാഡ് ഡെപ്റ്റ് റിക്കവറി ആയിട്ട് എന്ത് കൊടുക്കേണ്ടി വരും? PGBP പ്രകാരം ടാക്സ് കൊടുക്കേണ്ടി വരും. അവിടെ ഓക്കെ, സച്ച് റിക്കവറി ഷാൽ ബി ടാക്സബിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് വെദർ ദ ബിസിനസ് ഈസ് കണ്ടിന്യൂഡ് ഓർ നോട്ട്. മനസ്സിലായി? അതായത് ഇങ്ങനെ 70,000 റുപ്പീസ് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബിസിനസ് വേണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതായത് നിങ്ങൾ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയാലും ശരി, ഈ 10,000 റുപ്പീസിനെ നിങ്ങൾ എന്തായിട്ട് PGBP ആയിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ PGBPയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നേരത്ത് ബാഡ് ഡെപ്റ്റിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞതുപോലെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആവശ്യങ്ങളായിരിക്കണം, പിന്നെ റവന്യൂ നാച്ചുറൽ ആയിരിക്കണം, നമ്മൾ ഏർലിയർ ഇയേഴ്സിനകത്ത് അത് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ബാഡ് ഡെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അലോവബിൾ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇനി ഭാവിയിൽ ഈ ബാഡ് ഡെപ്റ്റ് നമ്മൾ ഏർലിയർ ഇയേഴ്സിനകത്ത് അലോവബിൾ ആയിട്ട് കണ്ടത് നമുക്ക് എന്ത് കിട്ടുവാണെങ്കിൽ, തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ എത്രയാണോ എക്സസ് വരുന്നത്, എങ്ങനെയായിരുന്നു? ഓക്കെ, ടോട്ടൽ ഡെപ്റ്റ്, ഞാൻ അതിന് ഈ നമ്മുടെ മെറ്റീരിയലിനകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഞാൻ വേറൊരു ഫോർമാറ്റിൽ പറഞ്ഞുതരാം. ടോട്ടൽ ഡെപ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് ടോട്ടൽ ഡെപ്റ്റ്. ആ ടോട്ടൽ ഡെപ്റ്റിൽ നിന്ന് ഏത് മൈനസ് ചെയ്യാം? ബാഡ് ഡെപ്റ്റ് ഏർലിയർ അലോവബിൾ ആസ് ഡിഡക്ഷൻ. നമ്മൾ മുമ്പ് ബാഡ് ഡെപ്റ്റ് ആയിട്ട് അലോ ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ, പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 40,000 റുപ്പീസ് ആണ് അലോവബിൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്, അത് മൈനസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂ കിട്ടും. 60,000 റുപ്പീസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്റ്റിൻ്റെ വാല്യൂ. ഓക്കെ, ഇതിനെ ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? ബാഡ് ഡെപ്റ്റ് റിക്കവറി ആയിട്ട് കമ്പയർ ചെയ്യാം. ബാഡ് ഡെപ്റ്റ് റിക്കവറി എന്ന് പറയുന്നത് ഇവിടെ എത്ര രൂപ കിട്ടണേ? 70,000 ആണ് കിട്ടണേ. അങ്ങനെയാണെങ്കിൽ 10,000 റുപ്പീസിനെ നമുക്ക് ഏതായിട്ട്? PGBPയുടെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ്റെ പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന നേരത്ത് ഏത് വേണമെന്ന് നിർബന്ധവുമില്ല, നമ്മുടെ ബിസിനസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. മനസ്സിലായി? ഓക്കെ, സോ ഇത്രയും ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് ഏതിനകത്ത് കയറി വരണേ? ബാഡ് ഡെപ്റ്റ്സിനകത്ത് കയറി വരണേ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ബാഡ് ഡെപ്റ്റ്സിൻ്റെ ഈ സ്പെസിഫിക് അലവൻസ് പറയുന്ന നേരത്ത്, ഡിഡക്ഷൻസ് പറയുന്ന നേരത്ത് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു കാരണവശാലും ഈ പറയുന്ന പ്രൊവിഷൻസോ റിസർവ്സിനെ ഒന്നും അല്ലെങ്കിൽ ഈ പ്രോഫിറ്റിൻ്റെ ഡിവിഷനെ ഒന്നും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല? എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതായത് അക്കൗണ്ട്സ് പ്രകാരം നിങ്ങൾക്ക് പ്രൊവിഷൻ ആയിട്ടോ റിസർവ് ആയിട്ടൊക്കെ മാറ്റി വെക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നിന്ന് കുറച്ച് കാണിക്കാം. പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊവിഷൻ ആയിട്ടോ റിസർവ്സ് ആയിട്ടോ ഒന്നും മൈനസ് ചെയ്ത് കാണിക്കാൻ പാടില്ല. ഓക്കെ, സോ പക്ഷേ ഇവിടെ പറയുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് എടുത്തു വയ്ക്കാം. പക്ഷേ അത് എല്ലാവർക്കും പോസിബിൾ അല്ല. 2 സ്പെസിഫിക് കണ്ടീഷൻസ് നമ്മളോട് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആ കാറ്റഗറിക്കുള്ള അസസിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബാഡ് ഡെപ്റ്റ്സിൻ്റെ പ്രൊവിഷൻ എടുത്തു വയ്ക്കാൻ പാടുള്ളൂ. സോ നിങ്ങളൊരു നോർമൽ അസസി ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ പ്രൊവിഷൻസോ റിസർവ്സോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അഡ്മിസിബിൾ എക്സ്പെൻസസ് അല്ല. ആ പ്രോഫിറ്റിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അക്കൗണ്ട്സ് പ്രകാരമുള്ള പ്രോഫിറ്റിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഫസ്റ്റ് വൺ, ദ ഷെഡ്യൂൾഡ് ബാങ്ക് നോട്ട് ബീയിങ് എ ഫോറിൻ ബാങ്ക് ഓർ എ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ എ കോപ്പറേറ്റീവ് ബാങ്ക് other than the primary agricultural credit society or a primary cooperative agriculture and rural development bank. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഓക്കെ 8.5% ഓഫ് ദ ടോട്ടൽ ഇൻകം, അതായത് അവരുടെ ടോട്ടൽ ഇൻകം എത്രയാണോ അതിൻ്റെ 8.5% വരെ അവർക്ക് എന്തായിട്ട് എടുത്തു വയ്ക്കാം? ഈ പറയുന്ന പോലെ ബാഡ് ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻ ആയിട്ട് എടുത്തു വയ്ക്കാം. ആ 8.5% അഡ്മിസിബിൾ ആണ്. എന്തെന്ന് മൈനസ് ചെയ്യാം? നമ്മുടെ P&L നിന്ന് മൈനസ് ചെയ്യാം. മനസ്സിലായി? ആൻഡ് ദ സെക്കൻഡ് വൺ, ഫോറിൻ ബാങ്ക് ഓർ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ദ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓർ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ദാറ്റ് മീൻസ് ബാങ്കിങ് സെക്ടേഴ്സിനെ കുറിച്ചാണ് പറയണേ. അങ്ങനെയാണെങ്കിൽ അവർക്ക് 5% ഓഫ് ടോട്ടൽ ഇൻകം. മനസ്സിലായി? അവരുടെ ടോട്ടൽ ഇൻകം എത്രയാണോ അതിൻ്റെ 5% വരെ അവർക്ക് പ്രൊവിഷനായിട്ട് എടുത്തു വയ്ക്കാം. എക്സസ് എടുത്തു വയ്ക്കുവാണെങ്കിൽ അത് അഡ്മിസിബിൾ അല്ല, അതിന് എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഓർത്തിരിക്കുക, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം നമ്മുടെ P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് പ്രൊവിഷൻ ആയിട്ടോ റിസർവ് ആയിട്ടോ എഴുതിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് കുറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം ഒരു കാരണവശാലും പ്രൊവിഷൻസോ റിസർവ്സോ ഒന്നും നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് അഡ്മിസിബിൾ അല്ല. സോ ഇപ്പോഴുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൊവിഷൻസോ റിസർവ്സോ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും.
അങ്ങനെ ആഡ് ബാക്ക് ചെയ്യുന്ന നേരത്ത് ആകെക്കൂടെ നമ്മളോട് പറയുന്നത് പെർമിസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റിന്റെ പ്രൊവിഷൻസ് മാത്രമാണ്. അത് ഈ പറയുന്നത് പോലെ ഷെഡ്യൂൾഡ് ബാങ്കോ നോൺ ഷെഡ്യൂൾഡ് ബാങ്കോ അഗ്രികൾച്ചർ ബാങ്കോ അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ ഇൻകത്തിന്റെ 8.5% വരെ എന്തായിട്ട് എടുത്തു വെക്കാം, പ്രൊവിഷൻ ആയിട്ട് എടുത്തു വെക്കാം. അഡ്മിസിബിൾ ആണ്, എക്സ്പെൻസസ് ആയിട്ട് മൈനസ് ചെയ്യാം. ആൻഡ് അതല്ലാത്ത ഫോറിൻ ബാങ്കിനോ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിനോ ഒക്കെ എത്ര ശതമാനം, 5%, അവരുടെ ഇൻകത്തിന്റെ 5% വരെ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ പ്രൊവിഷൻ ആയിട്ട് എടുത്തു വെക്കാം. ഓക്കെ, മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് വൺ, എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് എമംഗ് ദ എംപ്ലോയീസ്. അതായത് ഒരു എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഫാമിലി പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് എ ബോണഫൈഡ് എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ബൈ ദ കമ്പനി. ആർക്ക് മാത്രമാണ് ഇത് പെർമിസിബിൾ? കമ്പനിക്ക് മാത്രമാണ് ഇത് പെർമിസിബിൾ. ഓക്കെ, ഫോർ ദ പർപ്പസ് ഓഫ് ദ പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിങ് എമംഗ് ദിസ് മെമ്പേഴ്സ് ഈസ് അലൗബിൾ ആസ് ഡിഡക്ഷൻ. അതായത് കമ്പനി അവരുടെ എംപ്ലോയീസിനിടയിൽ ആ എംപ്ലോയീസിന് ഫാമിലി പ്ലാനിങ്ങിന്റെ ബെനിഫിറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, കമ്പനിക്ക് അതിന് ഡിഡക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോറി, next one, any family planning capital expenditure which is not allowed as deduction due to inadequacy of profit shall be set off and carry forward and it is as if it is unabsorbed depreciation. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് റവന്യൂ നാച്ചുറൽ മാത്രമുള്ളതല്ല, വേണമെങ്കിൽ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ, റവന്യൂ നാച്ചുറലുള്ളതും ക്യാപിറ്റൽ നാച്ചുറലിനകത്തുള്ളതാണ് പറയുന്നത്. അങ്ങനെ ക്യാപിറ്റൽ നാച്ചുറിനകത്ത് കയറി വരുന്ന ഫാമിലി പ്ലാനിങ്ങിന്റെ എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ അത് ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഡിഡക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. ദാറ്റ് മീൻസ് അടുത്ത വർഷങ്ങളിൽ ഇൻകം ഉണ്ടാവുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനെ സെറ്റ് ഓഫ് ചെയ്താലും മതി. അതായത് നോക്കി, ഫാമിലി പ്ലാനിങ്ങിന്റെ കേസിനകത്ത് കമ്പനി അസസ് ചെയ്യുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഫുള്ളി ഡിഡക്റ്റബിൾ. അതായത് എംപ്ലോയീസിന്റെ ഇടയിൽ ഫാമിലി പ്ലാനിന്റെ ബെനിഫിറ്റ് ഫാമിലി പ്ലാനിങ്ങിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ആ എക്സ്പെൻഡിച്ചർ റവന്യൂ നാച്ചുറൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ ഫുൾ എമൗണ്ടും ഡിഡക്റ്റബിൾ ആണ്. അത് തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നോക്കി 1/5 എപ്പോഴാണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നത് അത് അടുത്ത 5 വർഷങ്ങളിലോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. ഇതൊക്കെ ആർക്ക് മാത്രം ബാധകം, നമ്മുടെ കമ്പനിക്ക് മാത്രമാണ് ബാധകം. കമ്പനി അസസ് ചെയ്യുക. അതർ അസസീസ് ആണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നോൺ ഡിഡക്റ്റബിൾ ആയിരിക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നോൺ ഡിഡക്റ്റബിൾ ആയിരിക്കും. അതായത് കമ്പനിക്ക് മാത്രമേ അവരുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഈ പറയുന്ന ഫാമിലി പ്ലാനിങ്ങിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റവന്യൂ നാച്ചുറൽ എക്സ്പെൻസസ് ആണെങ്കിൽ ഫുൾ എമൗണ്ട് ഡിഡക്റ്റബിൾ ആയിരിക്കും. ക്യാപിറ്റൽ നാച്ചുറൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ 1/5, അതായത് എത്രയാണോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അത് അടുത്ത 5 വർഷങ്ങളിലോട്ട് നമുക്ക് എന്തായിട്ട് നമുക്ക് ചാർജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, and the next one, credit guarantee fund trust. That means any sum paid by a public financial institutions by way of contribution to specified credit guarantee fund trust for small industries shall be allowed as deduction. അതായത് ഈ പറയുന്ന പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്മോൾ ഇൻഡസ്ട്രീസിനകത്തുള്ള ആൾക്കാർക്ക് എന്തായിട്ട് ഈ സ്പെസിഫൈഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്ന് പറയുന്ന പേരിനകത്ത് എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന എമൗണ്ട് ഈ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഓക്കെ, ഇവിടെ കുറച്ച് ടാക്സുകളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, വെൽത്ത് ടാക്സ്, നമ്മുടെ ഇൻകം ടാക്സ്, അങ്ങനെ കുറച്ച് ടാക്സുകൾ. ഓക്കെ, അതായത് ഓർത്തിരിക്കുക, ഈ പറഞ്ഞതുപോലെ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയണേ, P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഈ ഇങ്ങനെ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു എമൗണ്ട് കാണുകയാണെങ്കിൽ അത് അലൗബിൾ ആണോ, ദാറ്റ് മീൻസ് അതിനെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഇവിടെ കാണിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കണേ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. That means security transaction tax. The first one, any amount of security transaction tax paid by the assessee during the previous year shall be allowed as deduction provided income arising from such a transaction is included in the income computer under the head PGBP. അതായത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് അഡ്മിസിബിൾ ആണ്. പക്ഷെ അങ്ങനെ ഒരു സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻകം ഏത് ഹെഡിനകത്ത്, PGBP എന്ന് പറയുന്ന ഹെഡിനകത്ത് വരികയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഇവിടെ ആ സെക്യൂരിറ്റിയുടെ ഇൻകം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് STT എന്ന് പറയുന്ന സാധനം ഇവിടെ എക്സ്പെൻസസ് ആയിട്ട് മൈനസ് ചെയ്യാം. മനസ്സിലായി? സോ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് അലൗബിൾ ആണ്, അലൗബിൾ ഡിഡക്ഷൻ ആണ്, അഡ്മിസിബിൾ എക്സ്പെൻസസ് ആണ്, നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാം. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ആ ഇൻകം ഏത് ഹെഡിനകത്ത് പറഞ്ഞായിരിക്കണം, നമ്മുടെ PGBP എന്ന് പറയുന്ന ഹെഡിനകത്ത് പറഞ്ഞായിരിക്കണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടാക്സ്, കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്.
That means any amount of commodities transaction tax paid by the assessee in respect of a taxable commodity transaction entered into the course of in his business during the previous year shall be allowed as deduction provided income from arising such a transaction is included in the income computed under the head PGBP. അതായത് ഏത് പറഞ്ഞതുപോലെ തന്നെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പറഞ്ഞതുപോലെ തന്നെയാണ് കമോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സും പറയുന്നത്. ആ കമോഡിറ്റി ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ട് ഉണ്ടാവുന്ന ഇൻകം എവിടെ കാണിക്കുവാണെങ്കിൽ PGBP എന്ന് പറയുന്ന ഹെഡിനകത്ത് കാണിക്കുവാണെങ്കിൽ ആ കമോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സിനെയും നമുക്ക് എന്തായിട്ട് അലോവബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് മൈനസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ലോസ് ആസ് പെർ ICDS. ഓക്കെ, അതായത് നോക്കേ മാർക്കറ്റ് ടു മാർക്കറ്റ് ലോസ് ഓർ അതർ എക്സ്പെക്ടഡ് ലോസ് ആസ് കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ICDS ഷാൾ ബി അലൗഡ്. അതായത് ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ICDS പഠിക്കാനുണ്ട്. ആ ICDS പഠിക്കുന്ന സമയത്ത് അവിടെ മാർക്കറ്റ് ടു മാർക്കറ്റ് ലോസ് ഓർ അതർ എക്സ്പെക്ടഡ് ലോസ്, ഓക്കെ, അല്ലാതെ സാധാരണ രീതിയിൽ നമുക്ക് ഉണ്ടാവാത്ത ആക്ച്വൽ ലോസ് അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യില്ല, എന്ത് ചെയ്യില്ല, ഡിഡക്ട് ചെയ്യില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ICDS പ്രകാരം എക്സ്പെക്ടഡ് ലോസോ മാർക്കറ്റ് ടു മാർക്കറ്റ് ലോസോ എന്ന് പറയുന്ന ഒരു ഏരിയക്കകത്ത് ഒരു ക്രൈറ്റീരിയക്കകത്ത് ഏതെങ്കിലും വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, അലൗബിൾ ഡിഡക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. കേട്ടോ, അത് ICDSും കൂടെ പറയുമ്പോഴേ ICDSന്റെ ചാപ്റ്റർ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്പെസിഫിക് ഡിഡക്ഷൻസ് ആയിട്ട് നമ്മൾ പഠിക്കണേ. കേട്ടോ, അതായത് എന്തൊക്കെയാണ് പറഞ്ഞേ, നമ്മളൊരു മിഷനറിയുടെയും പ്ലാന്റിൻ്റെ ഒക്കെ റെൻറ്റും റൈറ്റ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ പറയുന്ന പോലെ സയൻറ്റിഫിക് റിസർച്ച്, പ്രിലിമിനറി എക്സ്പെൻസസ്, പിന്നെ ടെലികോം ലൈസൻസ് ഫീസ്, ബാഡ് ഡെബ്റ്റ്സ്, അങ്ങനെ വളരെ വളരെ പ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള സ്പെസിഫിക് ആയിട്ട് കയറി വരുന്ന ഡിഡക്ഷൻസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആസ് പെർ സെക്ഷൻ 37 പ്രകാരം ജനറൽ ഡിഡക്ഷൻസ് ആണ്. അത് പറയുന്നതിന് മുമ്പ് ഇത് പഠിക്കുമ്പോൾ ഞാനത് ലാസ്റ്റത്തെ അവസാനത്തെ വീഡിയോയിൽ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അതും കൂടെ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് മീൻസ് ഇതിനൊരു പല ഏരിയസിലാണ് നമ്മളിത് പഠിച്ചെങ്കിൽ പോലും നമ്മൾ പഠിക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു 3-4 ക്രൈറ്റീരിയ അല്ലെങ്കിൽ 3-4 ഒരു എന്താ പറയുക 3-4 തട്ടിൽ ഇത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, കാരണം പെട്ടെന്ന് ഞങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. അതായത് ചില എക്സ്പെൻഡിച്ചേഴ്സ് 100% ഡിഡക്ഷൻ ആയിരിക്കും, മനസ്സിലായി. അങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ എല്ലാം നമുക്ക് പഠിക്കാം. ഇനി ചില എക്സ്പെൻഡിച്ചേഴ്സ് 100% ഡിഡക്ഷൻ അല്ല, അത് സം ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും പറഞ്ഞത്, ഈ പ്രിലിമിനറി എക്സ്പെൻസസ് ഒക്കെ പോലെ. സോ അതും നമുക്ക് നോക്കാം. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന എല്ലാ ഡിഡക്ഷൻസിൻ്റെ കൂടെ ഒരു ഔട്ട്ലൈനും കൂടെ ഞാൻ പറയാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ധാരാളമായിരിക്കും. ഓക്കെ, സോ നമ്മളൊരു സെക്ഷൻ 30 തൊട്ട് സെക്ഷൻ 36 വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നമ്മുടെ കമ്പനിക്കകത്ത് കയറി വന്നിരിക്കുന്ന സ്പെസിഫിക് ഡിഡക്ഷൻസിനെ കുറിച്ചാണ്, മനസ്സിലായി. അതായത് എമൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് മൈനസ് ചെയ്യാം, നമ്മുടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആ എമൗണ്ടിനെ മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ ഡിഡക്ഷൻസ് ആണ്. ആസ് പെർ സെക്ഷൻ 37 കോമൺ ആയിട്ട് കയറി വരുന്ന ജനറൽ ഡിഡക്ഷൻസ്, അതിനകത്ത് നോക്കേ, ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഫിക്ടീഷ്യസ് ഓർ നോഷണൽ ഓർ ഇൻ ലീവ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. അതായത് ഒരു എക്സ്പെൻഡിച്ചേഴ്സിനെ നമുക്ക് മൈനസ് ചെയ്യണമെങ്കിൽ ഏത് മാത്രം നോക്കിയാൽ മതി, ജനറൽ കണ്ടീഷൻസ് മാത്രം നോക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് എവിടെയും സാലറിനെ കുറിച്ചോ റെന്റിനെ കുറിച്ചോ റൈറ്റ്സിനെ കുറിച്ചോ ഒന്നും ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ നോർമലായിട്ട് കോമൺ ആയിട്ട് എഴുതുന്ന കുറേ, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് ഡെബിറ്റ് സൈഡ് എഴുതുന്ന കുറേ എക്സ്പെൻഡിച്ചേഴ്സിനെ കുറിച്ചൊന്നും നമ്മൾ എവിടെയും പറഞ്ഞേ ഇല്ല. അതൊന്നും സ്പെസിഫിക് ഡിഡക്ഷൻസ് അല്ല, അതൊക്കെ ഏത് ഡിഡക്ഷൻസാണ്, ജനറൽ ഡിഡക്ഷൻസാണ്. സോ ഒരു എമൗണ്ടിനെ ജനറൽ ഡിഡക്ഷൻസ് ആയിട്ട് എഴുതണമെങ്കിൽ എല്ലാ കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് നോഷണൽ, ഫിക്ടീഷ്യസ് ഓർ ഇൻ ലീവ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. എന്ത് ചെയ്യാൻ പാടില്ല, അത് റിയൽ എമൗണ്ട് ആയിരിക്കണം, അതൊരു നോഷണൽ എമൗണ്ടോ ഫിക്ടീഷ്യസ് എമൗണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷനോ ആയിരിക്കാൻ പാടില്ല. നമ്പർ 1. And number 2, it must be expended wholly and exclusively for the purpose of business or profession carried on by the assessee. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ജനറൽ എക്സ്പെൻസസുകളാണെങ്കിൽ അത് ഫുള്ളായിട്ടും ഏതിനു വേണ്ടിയിട്ട്, നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തായിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഇൻകേർഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. അത് എപ്പോൾ ഉണ്ടായിരിക്കണം, പ്രീവിയസ് ഇയറിനകത്ത് വന്നിരിക്കുന്ന എക്സ്പെൻസസ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി എ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. ബിസിനസ്സിന് വേണ്ടി മാത്രമായിരിക്കണം, ഈ പറയുന്ന അസസിയുടെ പേഴ്സണൽ എക്സ്പെൻഡിച്ചേഴ്സ് ആവാൻ പാടില്ല. ആൻഡ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. അല്ലേ, നമ്മൾ തുടക്കത്തെ വീഡിയോത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നോർമൽ കേസിനകത്ത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിനെ മാത്രമേ നമ്മൾ ഡിഡക്ട് ചെയ്യുള്ളൂ. പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഡിഡക്ട് ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു പ്രൊവിഷൻസ് പ്രകാരമോ സെക്ഷൻസ് പ്രകാരമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ട് ചെയ്യാം, മനസ്സിലായി. സോ ഇവിടെയും ജനറൽ കണ്ടീഷൻസിനകത്ത് പറയുന്നത് എന്താ, നോർമൽ കേസിനകത്ത് ഒരു റവന്യൂ നാച്ചുറൽ എക്സ്പെൻഡിച്ചേഴ്സിനെ മാത്രമേ നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
പക്ഷേ ഏതെങ്കിലും പ്രൊവിഷൻസിനകത്ത് ക്യാപിറ്റലിനെ കുറിച്ച് പറയുവാണെങ്കിൽ മാത്രം നമുക്ക് ഈ പറഞ്ഞ ക്യാപിറ്റൽ നാച്ചറിനകത്തുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഡിഡക്ട് ചെയ്യാം. And the last one, it must be a lawful and not have been incurred for any purpose which is an offense or prohibited under any law. അതായത് എക്സ്പെൻസസ് ഉണ്ടായിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, എങ്ങനെയായിരുന്നു എക്സ്പെൻസസ് ഉണ്ടായിരിക്കുന്നത് നിയമത്തിനെതിരായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല, എക്സ്പെൻസസ് ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ഡിഡക്ഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, മനസ്സിലായോ? സോ നോക്കിയേ, ജനറൽ ഡിഡക്ഷൻസ് മീൻസ് കമ്പനിക്കകത്ത് അല്ലെങ്കിൽ അസസിക്കകത്ത് അസസിലെ പിയാണ്ടലിനകത്ത് കോമൺ ആയിട്ട് കയറി വരുന്ന കുറേ എക്സ്പെൻസസുകൾ, അതിനെ നിങ്ങൾ എക്സ്പെൻസസ് ആയിട്ട് എഴുതണമെങ്കിൽ എന്തൊക്കെയായിരുന്നു? ഒന്ന് റിയൽ ആയിരിക്കണം, ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്തായിരിക്കണം, ആൻഡ് പ്രീവിയസ് ഇയറിനകത്ത് ആ എമൗണ്ട് എക്സ്പെൻഡിച്ചർ ആയിട്ട് ഉണ്ടായിരിക്കണം, പേഴ്സണൽ എക്സ്പെൻഡിച്ചേഴ്സ് ആവരുത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആവരുത്, ആൻഡ് ഒരു കാരണവശാലും ഈ പറയുന്ന നിയമവിധേയം അല്ലെങ്കിൽ നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് വൺ, എനി എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകേർഡ് by an assessee on the activities relating to the corporate social responsibility referred to section 135 of the Companies Act 2013 shall not be deemed to be an expenditure incurred by the assessee. മനസ്സിലായോ? ഓക്കെ, by the assessee for the purpose of business or profession. അതായത് സെക്ഷൻ 135 പ്രകാരം നമ്മളോട് പറയുന്നുണ്ട്, അത് നമ്മൾ ലോ പഠിക്കുമ്പോൾ കമ്പനീസ് ആക്ട് പഠിക്കുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, ഒരു സെർട്ടൻ ടേൺ ഓവർ ഉള്ള കമ്പനീസ് അല്ലെങ്കിൽ ഒരു സെർട്ടൻ പെയ്ഡ് ക്യാപിറ്റൽ ഉള്ള കമ്പനി അവരുടെ പ്രോഫിറ്റിന്റെ സെർട്ടൻ പെർസെൻറ്റേജ് ഈ പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എക്സ്പെൻസസ് ആയിട്ട് മാറ്റിവെക്കണം. എങ്ങനെയായിരുന്നു? നമുക്കത് ലോയ്ക്കകത്ത് പഠിക്കാം. അതായത് ഒരു സെർട്ടൻ എക്സ്പെൻഡിച്ചേഴ്സ് അതിനെ എന്തായിട്ട് തന്നെ നമ്മുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇൻകം ടാക്സിനകത്ത് പറയുന്നത് നിങ്ങൾ അങ്ങനെ മാറ്റി വെച്ചത് കൊണ്ട് നമുക്ക് ഇവിടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അതിനെ ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഒരിക്കൽ കൂടെ, എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ആൻ അസസി ഓൺ ദ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റെഫർഡ് ടു സെക്ഷൻ 135 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഷാൾ നോട്ട് ബി ഡീംഡ്, okay, shall not be deemed an expenditure incurred by the assessee for the purpose of business or profession. So that means നിങ്ങൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ബാധകമായിട്ട് അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം സി എസ് ആറിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണെങ്കിൽ നിങ്ങളൊരു സെർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റിന്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് സി എസ് ആറിന് വേണ്ടി മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആ സി എസ് ആറിന് വേണ്ടി മുടക്കുന്ന എമൗണ്ടിനെ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ട്രീറ്റ് ചെയ്യാൻ പാടില്ല. Okay, and the second one, expenditures incurred by an assessee on advertisement in a souvenir, brochure, tract, pamphlet or like published by the political party is disallowed. അതായത് നിങ്ങളുടെ കമ്പനിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് എവിടെ കൊടുക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഈ പറയുന്ന ബ്രൗഷറിനകത്തോ അല്ലെങ്കിൽ അവരുടെ പാംപ്ലെറ്റിനകത്തോ കൊടുക്കുകയാണെങ്കിൽ ആ എമൗണ്ടിനെ നിങ്ങൾക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ സി എസ് ആറിന് കൊടുക്കുന്ന എമൗണ്ട് എക്സ്പെൻഡിച്ചർ അല്ല, പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബ്രൗഷറിനകത്ത് നമ്മുടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിനും എക്സ്പെൻഡിച്ചർ അല്ല. ആൻഡ് തേർഡ് വൺ, ദ ക്ലെയിം ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ പ്രൊവൈഡിംഗ് എനി ഗിഫ്റ്റ്, travel facility, hospitality, cash or monetary grants or similar freebies in violation of the provisions of Indian Medical Council Regulation 2002 shall be inadmissible of the Income Tax Act being expenses prohibited by law. ഓക്കെ, അത് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഇവിടെ ഒരു ആക്ടിന്റെ കീഴിൽ മാത്രമാണ് പറയണേ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു ആക്ടിന്റെ കീഴിൽ മാത്രം പറയേണ്ട ഒരു സാധനമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ ഡിഡക്ഷൻസിനകത്ത് പറഞ്ഞതുപോലെ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഒരു എക്സ്പെൻസ് വരികയാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പെൻഡിച്ചർ ആയിട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന്, സി എസ് ആറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ. 2, ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബ്രൗഷറിനകത്തോ പാംപ്ലെറ്റിനകത്തോ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ആൻഡ് തേർഡ് വൺ, ഏതെങ്കിലും ഒരു ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അഡ്മിസിബിൾ അല്ല, ഇതിനെ ഒന്നും നിങ്ങളുടെ പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ചാർജ് ചെയ്യാൻ പാടില്ല, എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ പാടില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, സ്പെസിഫിക് ഡിസലൗഡ് എക്സ്പെൻഡിച്ചേഴ്സ്. അതായത് സെക്ഷൻ 37 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 40 ആണ്, സ്പെസിഫിക് ആയിട്ടുള്ള ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ്. അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം എന്തൊക്കെയാണ് അലൗവബിൾ എക്സ്പെൻഡിച്ചേഴ്സ് അല്ലേ, സ്പെസിഫിക് ആയിട്ടും ജനറൽ ആയിട്ടും ഏതൊക്കെയാണ് അലൗവബിൾ എക്സ്പെൻഡിച്ചേഴ്സിന് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് സ്പെസിഫിക് ഡിസലൗഡ് എക്സ്പെൻഡിച്ചേഴ്സ്. ഓക്കെ, അതായത് ഇനി പറയാൻ പോകുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ബാലൻസ് ഷീറ്റിനകത്തോ ഓൾറെഡി പി ആൻഡ് എല്ലിനകത്തോ അങ്ങനെ ഒരു എമൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്തേ പറ്റൂ, ആഡ് ബാക്ക് ചെയ്തേ പറ്റൂ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇൻട്രസ്റ്റ് ഓർ റോയൽറ്റി ഫീസ്
ഫോർ ടെക്നിക്കൽ സർവീസസ് പേയബിൾ ടു എ നോൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. എങ്ങനെയായിരുന്നു? ഇൻട്രസ്റ്റ് റോയൽറ്റി ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് പേയബിൾ ടു എ നോൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. Okay, and any sum payable to a resident on which TDS provision is applicable. TDS പിടിച്ചിട്ട് കൊടുക്കേണ്ട എമൗണ്ട് ആണ്. And the third one, consideration on which equalization levy is applicable. Okay, next one, income tax, wealth tax, and third next one, royalty, license fee, etc. payable by state government undertaking. And any payment which is chargeable under the head salaries. And any payment of provident fund and any tax of non-monetary purposes. ഒരു എന്താ പറയുക, സിമ്പിൾ ആയിട്ട് അത് എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇത്രയും നേരം പറഞ്ഞതെല്ലാം സ്പെസിഫിക് ആയിട്ടും ജനറൽ ആയിട്ടും കയറി വരുന്ന അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ, അതായത് PGBP പ്രകാരം നമുക്ക് എക്സ്പെൻഡിച്ചറായിട്ട് എഴുതാൻ പറ്റുന്ന എമൗണ്ടുകളെ കുറിച്ചാണെങ്കിൽ, ഇവിടെ ഇനി സെക്ഷൻ 40 പ്രകാരം നമ്മളോട് പറയാൻ പോകുന്നത് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്മിസിബിൾ ആണ് അല്ലെങ്കിൽ അലോബിൾ ആണെന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല. Okay, based on certain conditions. എളുപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് റോയൽറ്റി ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് പേയബിൾ ടു എ നോൺ റെസിഡന്റ് ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇൻട്രസ്റ്റ് ആയിട്ടോ റോയൽറ്റി ആയിട്ടോ ഫീയോ ആയിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ സർവീസിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു എമൗണ്ട് കൊടുക്കുകയാണ്. പേയ്മെന്റ് നടത്തുന്നത് ഇന്ത്യക്കാരനാണെങ്കിലും കൊടുക്കുന്ന വ്യക്തി എവിടെയാണ്? നോൺ റെസിഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പുള്ളിക്കാരന് എന്തായിരിക്കണം? ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ടായിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ നോക്കേ, രണ്ട് കാര്യങ്ങളാണ് പറയണേ. എനി ഇൻട്രസ്റ്റ് റോയൽറ്റി ഫീ ഫോർ ദ ടെക്നിക്കൽ സർവീസസ് ഓർ അതർ സം ചാർജബിൾ അണ്ടർ ദിസ് ആക്ട് വിച്ച് ഈസ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഇൻ ഇന്ത്യ ടു എ നോൺ റെസിഡന്റ് ഓർ ടു എ ഫോറിൻ കമ്പനി വിച്ച് ഈസ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ്. ഓക്കെ, അതായത് TDS പിടിക്കേണ്ടതാണ്. അങ്ങനെ TDS പിടിക്കുകയാണ് കേട്ടോ. ഹാസ് നോട്ട് ബീൻ ഡിഡക്റ്റഡ് ഓർ ആഫ്റ്റർ ദ ഡിഡക്ഷൻ ഹാസ് നോട്ട് ബീൻ വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് സബ്മിഷൻ ഓഫ് റിട്ടേൺ. ഓക്കെ, മനസ്സിലായി? സോ ഒറ്റ കാര്യം പറയുവാണെങ്കിൽ, നമ്മളൊരു ടെക്നിക്കൽ സർവീസിന്റെ ഒരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആ പേയ്മെന്റ് കൊടുക്കുന്നത് ഒരു നോൺ റെസിഡന്റിനാണ്. മനസ്സിലായി? അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേയ്മെന്റ് കൊടുക്കണേ. നിങ്ങൾ പേയ്മെന്റ് കൊടുത്തോ, പേയ്മെന്റ് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ പേയ്മെന്റ് കൊടുക്കുന്ന പേയ്മെന്റിന് നിങ്ങൾ എന്ത് പിടിച്ചേ പറ്റൂ? TDS പിടിച്ച് ബാലൻസ് എമൗണ്ട് മാത്രമേ കൊടുക്കാവൂ. അങ്ങനെ നിങ്ങൾ TDS ഡിഡക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്ത TDS ഗവൺമെന്റിലോട്ട് എപ്പോൾ ഈ പറയുന്ന നമ്മുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെന്റിലോട്ട് പേ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ആ എക്സ്പെൻഡിച്ചറിനെ അലവബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, ഡിസലവബിൾ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ US നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നിക്കൽ സർവീസസ് വാങ്ങിക്കുന്നു. ആ ടെക്നിക്കൽ സർവീസിന് നിങ്ങൾ ഫീസ് കൊടുക്കുന്നത് ഒരു $1,000 ആണ്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു 80 റുപ്പീസ് ആവറേജ് ഇട്ടാൽ നമുക്കൊരു 80,000 റുപ്പീസ് ചിലവാകുമെന്ന് വിചാരിക്കുക. മനസ്സിലായി? ഇതിന് 10% TDS പിടിക്കണം. ഞാനൊരു എക്സാമ്പിളാണ് പറയണേ. ഒരു റൂള് പറയുകയാണ് 10% TDS പിടിക്കണം. അങ്ങനെയാണെങ്കിൽ 8,000 റുപ്പീസ് നമ്മൾ TDS ചാർജ് ചെയ്ത് ബാലൻസ് എത്ര? 72,000 റുപ്പീസ് US പേ ചെയ്യണം. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇനി സപ്പോസ് ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ, അതായത് നമ്മുടെ P&L അക്കൗണ്ട് ആണ്. ഈ P&L അക്കൗണ്ടിനകത്ത് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഈ എക്സ്പെൻഡിച്ചർ എഴുതിയിട്ട് നിങ്ങളൊരു 80,000 റുപ്പീസ് കാണിച്ചിട്ടുണ്ട്. കൊടുക്കേണ്ട എമൗണ്ട് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ TDS പിടിച്ചിട്ടില്ല. ഓക്കെ, ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനെ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ എക്സ്പെൻഡിച്ചറായിട്ട് 72,000 ആണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ 8,000 റുപ്പീസ് TDS എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഗവൺമെന്റിലോട്ട് പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിഡക്ട് ചെയ്ത TDS ഈ പറയുന്ന പോലെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗവൺമെന്റിലോട്ട് പേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 72,000നെ നമുക്ക് എന്തായിട്ട് അലോബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ പറ്റും. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഒരു നോൺ റെസിഡന്റിന് ഒരു പേയ്മെന്റ് കൊടുക്കുന്ന നേരത്ത് ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ TDS ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് മാത്രമേ കൊടുക്കാവൂ. അങ്ങനെ TDS ഡിഡക്ട് ചെയ്ത് ബാലൻസ് എമൗണ്ട് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന ബാലൻസ് എമൗണ്ടിനെ നമുക്ക് അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളൊരു TDS പിടിക്കാതെ ഒരു പേയ്മെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല? എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് അത് അലോബിൾ അല്ല, ഡിസലോഡ് ആണ്, ആഡ് ബാക്ക് ചെയ്യണം കേട്ടോ. സോ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, TDS പ്രൊവിഷൻസിനകത്ത് കയറി വരുന്നതാണെങ്കിൽ TDS പിടിക്കണം. രണ്ട്, ആ പിടിച്ച TDS ഈ പറയുന്ന റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എവിടെ നമ്മുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെന്റിലോട്ട് അടച്ചിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ആ കൊടുത്ത എമൗണ്ട് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതർവൈസ് അത് നോൺ അഡ്മിസിബിൾ ആണ്, ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നോക്കേ, where in respect of any such sum tax has been deducted in a subsequent years
or has been deducted during the previous year but paid after the due date of submissions of return of income, then such a sum shall be allowed as deduction in computing the income of the previous year in which such a tax has been paid. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 80,000 rupees നമ്മൾ കൊടുക്കേണ്ടവിടെ നമ്മൾ ഈ പറഞ്ഞ TDS പിടിച്ചില്ല. ഓക്കെ, നമ്പർ 1. അല്ലെങ്കിൽ പിടിച്ച TDS ഗവൺമെന്റിലോട്ട് അടച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഫുൾ എമൗണ്ട് നമുക്ക് നോൺ അഡ്മിസിബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ നെറ്റ് പ്രോഫിറ്റിന്റെ കൂട്ടത്തിൽ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിടിച്ച TDS ഗവൺമെന്റിലോട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ, ഈ വർഷമല്ല വരുന്ന വർഷങ്ങളിൽ എപ്പോഴെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷം ആ എമൗണ്ടിനെ നിങ്ങൾക്ക് എന്തായിട്ട് അലോവബിൾ ആയിട്ട് ഡിഡക്ട് ചെയ്യാം. അതായത് ഇവിടെ 8,000 പിടിക്കേണ്ടത് 2021-22 വർഷങ്ങളിലാണ്. 80,000 രൂപ കൊടുക്കാൻ വേണ്ടി 10% TDS, 8,000 rupees TDS പിടിക്കേണ്ടത് 21-22. ഓക്കെ, 21-22 ആ എമൗണ്ട് TDS ആയിട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ ഈ എമൗണ്ടിനെ നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ പാടില്ല, അലോവബിൾ അല്ല. പക്ഷേ വരുന്ന വർഷങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ 8,000 rupees TDS പിടിച്ചിട്ടുണ്ട്, ആ പിടിച്ച എമൗണ്ട് ഗവൺമെന്റിലോട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ആ വർഷം അല്ലെങ്കിൽ എന്നാണോ നമ്മൾ അത് പിടിച്ചിരിക്കുന്നത്, എന്നാണോ നമ്മൾ TDS പിടിച്ചിരിക്കുന്നത് ആ വർഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ എക്സ്പെൻഡിച്ചേഴ്സിനെ അഡ്മിസിബിൾ ആയിട്ട് ഡിഡക്ട് ചെയ്യാം, എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, any sum payable to a resident on which TDS provision is applicable. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ് ഇവിടെയും പറയണേ. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ആ വ്യത്യാസം ശ്രദ്ധിച്ചിരിക്കണം, കാരണം ആ വ്യത്യാസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ പേയ്മെന്റ് കൊടുക്കുന്നത് നോൺ റെസിഡന്റിനോ ഇന്ത്യക്ക് പുറത്തോ അല്ല, പേയ്മെന്റ് കൊടുക്കുന്നത് റെസിഡന്റിനാണ്. പക്ഷെ ആ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ട്രാൻസാക്ഷൻസിന് TDSന്റെ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ TDS പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ആ പേയ്മെന്റ് കൊടുക്കാവൂ. ഓക്കെ, ആ പിടിച്ച TDS റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെന്റിലോട്ട് അടയ്ക്കും വേണം. ഇനി അങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എത്രയാണോ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കുന്നത് അതിന്റെ 30% നമുക്ക് എന്തായിരിക്കും, ഡിസലൗഡ് ആയിരിക്കും. മനസ്സിലായി? 70% വരെ മാത്രമേ അലവബിൾ ആവുള്ളൂ, 30% എന്ന് പറയുന്നത് നമുക്ക് ഡിസലൗഡ് ആയിരിക്കും. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എന്നിട്ട് ഭാവിയിൽ എപ്പോഴാണോ ആ TDSന്റെ പ്രൊവിഷൻ പിടിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ 30%-നെ അല്ലെങ്കിൽ ബാലൻസ് വരുന്ന എമൗണ്ടിനെ നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് എന്നിട്ട് ഒരു പ്രോബ്ലം കൂടെ ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് അല്ലെങ്കിൽ രണ്ടും TDSന്റെ പ്രൊവിഷൻസ് പ്രകാരം കയറി വരുന്നതാണ്. ഒന്ന് TDSന്റെ പ്രൊവിഷൻ അല്ലെങ്കിൽ TDS പിടിച്ചിട്ട് ഇന്ത്യക്ക് പുറത്താണ് കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ അവിടെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഒന്നുമില്ല, TDS പിടിക്കണം, ആ പിടിച്ച TDS റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗവൺമെന്റിലോട്ട് അടയ്ക്കണം. അങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ മാത്രം ആ എമൗണ്ടിനെ ഡിഡക്ട് ചെയ്യാം. അതർവൈസ് അതിനെ ഡിഡക്ട് ചെയ്യാൻ പാടില്ല, അലോവബിൾ അല്ല, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ഇനി പേയ്മെന്റ് കൊടുക്കേണ്ടത് TDS പ്രകാരം പേയ്മെന്റ് കൊടുക്കേണ്ടത് ഇന്ത്യക്ക് പുറത്തല്ല, ഇന്ത്യക്ക് അകത്ത് തന്നെയാണെങ്കിൽ TDS പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ പിടിച്ച TDS ഗവൺമെന്റിലോട്ട് അടച്ചിട്ടില്ല, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെന്റിലോട്ട് അടച്ചിട്ടില്ലെങ്കിൽ എത്രയാണോ നമ്മുടെ ആക്ച്വൽ പേയ്മെന്റ് അതിന്റെ 30% വരും. ആ 30% നമ്മൾ അലോവബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, ബാലൻസ് 70%-നെ മാത്രമേ നമ്മൾ അലോവബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇനി ഇതിന്റെ രണ്ടിന്റെയും കേസിനകത്ത് എപ്പോഴാണോ ഏത് വർഷമാണോ നമ്മൾ TDS പിടിക്കുന്നത് ആ വർഷം അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായോ? ഒറ്റ കാര്യം കൂടെ കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ 30-70 എന്ന് പറയുന്ന പെർസെൻറ്റേജ് ഇല്ല, 100% അലോവബിൾ ആയിരിക്കും അല്ലെങ്കിൽ 100% ഡിസലോവബിൾ ആയിരിക്കും. TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ 100% അലോവബിൾ ആയിരിക്കും, TDS പിടിച്ചിട്ടില്ലെങ്കിൽ 100% ഡിസലോവബിൾ ആയിരിക്കും. ഇനി ഇന്ത്യക്ക് അകത്ത് തന്നെയാണെങ്കിൽ ഈ പറയുന്ന പോലെ 30%, 70% ക്രൈറ്റീരിയ വരും. ഓക്കെ, ഇനി ഭാവിയിൽ എപ്പോഴാണോ നിങ്ങൾ TDS പിടിക്കുന്നത് അല്ലെങ്കിൽ പിടിച്ച TDS ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്നത് അപ്പോൾ ഏർലിയർ ഇയേഴ്സിനകത്ത് നിങ്ങൾക്ക് കിട്ടാത്ത ഡിഡക്ഷൻസ് അപ്പോൾ ക്ലെയിം ചെയ്യും. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പം അതിൻ്റെ കൺഫ്യൂഷൻ അങ്ങ് മാറും. അടുത്തത് നോക്കാം. ഓക്കെ, സ്റ്റാറ്റസ് ഓഫ് ഡിഡക്റ്റിംഗ് റെസിഡന്റ് ആണ്. ഡേറ്റ് ഓൺ വിച്ച് ടാക്സ് ഈസ് സപ്പോസ് ടു ബി ഡിഡക്റ്റഡ്, അതായത് 20/7/2020 TDS പിടിക്കേണ്ടത്. ആക്ച്വൽ ഡേറ്റ് ഓഫ് TDS 20/7/2020 തന്നെയാണ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റിംഗ് TDS ഈ 20/7 പിടിച്ച TDS 7/8/2020 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗവൺമെന്റിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എപ്പോൾ തന്നെയാണ്, ആക്ച്വൽ ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 7/8/2020 തന്നെയാണ്. സോ രണ്ട് പ്രൊവിഷൻസ് ആണ് നോക്കേണ്ടത്. ഒന്ന് TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടോ നോക്കണം, നമ്പർ 1. ആൻഡ് നമ്പർ 2, ഇങ്ങനെ TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്
ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് എന്നല്ല പറയണേ, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. സോ നോർമൽ കേസിനകത്ത് മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈക്ക് മുമ്പായിട്ട്, അതായത് അടുത്ത വർഷം ജൂലൈക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം? റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ആ ജൂലൈക്ക് മുമ്പായിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ TDSന്റെ ഗവൺമെന്റിലോട്ട് പേ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. സോ ഇവിടെ നോക്കി പറയുന്ന അനുസരിച്ച് റെസിഡന്റ് ആണ്, 20/7/2020 ഡിഡക്ട് ചെയ്യേണ്ടത്. 20/7/2020 തന്നെ ഡിഡക്ട് ചെയ്യുന്നു. അത് 7/8/2020 ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അത് എപ്പോൾ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു? 7/8/2020 തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കേട്ടോ, ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് എത്ര വരെ സമയമുണ്ട്? ജൂലൈ 2021 വരെ സമയമുണ്ട് അല്ലേ? ഡേറ്റ്, അതായത് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട്, എപ്പോൾ റിട്ടേൺ ഫർണിഷ് ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ചെയ്താൽ മതി. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 100% അലൗഡ് ആണ്. സിറ്റുവേഷൻ നമ്പർ 2 നോക്കി, 20/7/2020 ഡിഡക്ട് ചെയ്യേണ്ടത്. 20/7/2020 തന്നെ ഡിഡക്ട് ചെയ്യുന്നു. 7/8/2020 ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. 2/9/2020, ദാറ്റ് മീൻസ് ബിഫോർ ജൂലൈ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 100% അലൗഡ് ആണ്. ആൻഡ് ദ തേർഡ് വൺ, 20/7/2020 ഡിഡക്ട് ചെയ്യുന്നതാണ്. 20/7/2020 ഡിഡക്ട് ചെയ്യുന്നുണ്ട്. 7/8/2020 ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. 3/4/2021, ദാറ്റ് മീൻസ് ജൂലൈക്ക് മുമ്പ് തന്നെ, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിഡക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 100% അലൗഡ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, 7/8/2020 ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. 30/6 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ജൂലൈ ആണ്. ജൂണിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ജൂലൈക്ക് മുമ്പ് തന്നെ, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്നത് പോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100% അലൗഡ്. മനസ്സിലായി? ഓക്കെ, സോ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ നോക്കണം. റെസിഡന്റ് ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ 30% ആണ് അവിടെ പറഞ്ഞത്. നോക്കാം. രണ്ടാമത്തെ അടുത്ത കേസ്, അടുത്ത കാറ്റഗറി നോക്കി. റെസിഡന്റ് ആണ്, 20/7/2020 നമ്മൾ എന്ത് ചെയ്യേണ്ടത്? TDS പിടിക്കേണ്ടത്. 20/7/2020 തന്നെ TDS പിടിക്കുന്നുണ്ട്. 7/8/2020 ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ 12/12/2021, ദാറ്റ് മീൻസ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റിനേക്കാൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണേ? ഇത് ഗവൺമെന്റിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണേ. സോ അങ്ങനെയാണെങ്കിൽ നോക്കി, 30% ഓഫ് സച്ച് സം ഷാൾ ബി ഡിസലൗഡ്. അതായത് 70% ഷാൾ ബി അലൗഡ്. 70% അലൗഡ് ആണ്. ഇനി ആ ബാക്കിയുള്ള 30% എന്ന് പറയുന്നത് ഇൻ ദ അസസ്മെന്റ് ഇയർ 2011-12, ബട്ട് അലൗഡ് ഇൻ ദ അസസ്മെന്റ് ഇയർ 2022-23. സിറ്റുവേഷൻ മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. അതായത് 1000 രൂപയാണ് പേയ്മെന്റ് എന്ന് വിചാരിക്കുക. 1000 രൂപയാണ് പേയ്മെന്റ്. സോ ഈ കണ്ടീഷൻസ് പ്രകാരം നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് TDS അടച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് എക്സ്പെൻഡിച്ചർ ആയിട്ട് ഈ 1000ന്റെ 70%, 700 രൂപ മാത്രമേ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാവൂ? എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാവൂ. അതായത് TDS ഗവൺമെന്റിലോട്ട് അടച്ചിട്ടില്ലെങ്കിൽ, ബിഫോർ ഡ്യൂ ഡേറ്റ് TDS ഗവൺമെന്റിലോട്ട് അടച്ചിട്ടില്ലെങ്കിൽ, ഈ എമൗണ്ട് എത്രയാണോ അതിന്റെ 30% നമുക്ക് എന്തായിട്ട് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി ഏത് വർഷമാണോ നിങ്ങൾ അത് പേ ചെയ്യുന്നത്, ആ വർഷം ആ 30% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ ഇവിടെ നോക്കിയേ, എപ്പോഴാണ് അടക്കണേ? 12/12/2021 അടക്കണേ. അങ്ങനെയാണെങ്കിൽ അടുത്ത അസസ്മെന്റ് ഇയർ 2022-2023 നമുക്ക് എന്ത് ചെയ്യാം? ഈ 300 റുപ്പീസിനെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇത് റെസിഡന്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. നോൺ റെസിഡന്റ് ആണെങ്കിൽ 100% തന്നെയാണ്. അടുത്തത് റെസിഡന്റ് ആണ്, 20/7/20 നമ്മൾക്ക് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. 20/7/2020 തന്നെ ഡിഡക്ട് ചെയ്യുന്നു. 7/8/2020 ഡ്യൂ ഡേറ്റ് പറഞ്ഞേ. അടയ്ക്കുന്നത് എപ്പോഴാണ്? 3/4/2022. 3/4/2022, അടുത്ത വർഷമല്ല, അതിൻ്റെ അടുത്ത വർഷം. സോ നോർമൽ കേസിനകത്ത് ഇപ്പം നമുക്ക് 70% കിട്ടും. ഓക്കെ, 30% എന്ന് പറയുന്നത് എപ്പോഴാണോ പേയ്മെന്റ് നടത്തുന്നത്? 2022. സോ 23, 24 എന്ന് പറയുന്ന അസസ്മെന്റ് ഇയറിനകത്ത് കിട്ടും. മനസ്സിലായി? 700 രൂപ ഇപ്പോൾ ഡിഡക്ട് ചെയ്യാം. 300 രൂപ ഈ പറഞ്ഞ 2023, 24 എന്ന് പറയുന്ന അസസ്മെന്റ് ഇയറിനകത്ത് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, രണ്ട് കേസിനകത്തും കോമൺ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, നോട്ട് ഡെപ്പോസിറ്റഡ് ആണ്, ഡെപ്പോസിറ്റ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഡൗട്ടൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ 30% നമുക്കിപ്പോൾ കിട്ടില്ല, 70% മാത്രമേ കിട്ടുള്ളൂ. എപ്പോഴാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വർഷം, അത് കഴിഞ്ഞിട്ട് വരുന്ന അസസ്മെന്റ് ഇയറിനകത്ത് നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഒരിക്കൽ കൂടെ പേയ്മെന്റ് കൊടുക്കുന്നത് ഒരു റെസിഡന്റിനാണ്. TDS പ്രൊവിഷൻസ് പ്രകാരമാണ് കയറി വരുന്നതെങ്കിൽ എത്രയാണോ പേയ്മെന്റ് കൊടുക്കേണ്ടത്, ആ പേയ്മെന്റ് പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ പിടിച്ച പേയ്മെന്റ് ഡ്യൂ ഡേറ്റിന് മുമ്പ് ഗവൺമെന്റിലോട്ട് അടച്ചിട്ടില്ലെങ്കിൽ അതിന്റെ 30% അലൗബിൾ ആയിട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. 70% മാത്രമേ അലൗബിൾ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി എപ്പോഴാണോ നമുക്ക് ആ 30% നമ്മൾ ഗവൺമെന്റിലോട്ട് എപ്പോഴാണോ TDS നമ്മൾ ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്നത്, നമുക്ക് അപ്പം മാത്രമേ ഈ പറയുന്ന 30% ഡിഡക്ഷൻ കിട്ടുള്ളൂ.
ഓക്കെ. ആൻഡ് നെക്സ്റ്റ് കേസ് നോൺ റെസിഡൻറ്റിൻ്റെ ഒരു 4 കേസ് നോൺ റെസിഡൻറ്റിന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വേറെ 30% 100% ഒന്നുമില്ല. അതായത് കൃത്യമായിട്ട് ബിഫോർ ഡ്യൂ ഡേറ്റിനകത്ത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അലവബിൾ ആയിരിക്കും. ഓക്കെ. ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് മാത്രം കണ്ടോ 100% ഡിസലൗഡ് ആയിരിക്കും. ഓക്കെ. സോ 7/8/2020, 2/9/2020, 3/7/2021. അതായത് ജൂലൈ 31 വരെ നമുക്ക് സമയമുണ്ട്. സോ ഇത് 3ഉം ബിഫോർ ഡ്യൂ ഡേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 100% നമുക്ക് അലൗഡ് ആണ്. ഇനി ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ആണ്, അത് നോൺ റെസിഡന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള എന്തില്ല 30% 70% ക്രൈറ്റീരിയാസും കാര്യങ്ങളൊന്നുമില്ല. 100% നമുക്ക് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യാം, അലൗബിൾ ആയിട്ടാണ്, ഡിസലൗഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. സോ അതൊന്ന് ഓർത്തിരിക്കുക, റെസിഡൻറ്റും നോൺ റെസിഡൻറ്റിൻ്റെയും കാര്യങ്ങൾ. ഓക്കെ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊവിഷൻസും കൂടെ അങ്ങ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.